റിവ്യൂ കാണാം. ഈ ആഴ്ചത്തെ ട്രേഡിംഗ് നമ്മുടെ എങ്ങനെയാണെന്ന് നോക്കാം. തിങ്കളാഴ്ച നമ്മുടെ ട്രേഡ് നമുക്ക് ഈ ആഴ്ച നെഗറ്റീവാണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. തിങ്കളാഴ്ച -36, ട്യൂസ്ഡേ നമുക്ക് നെഗറ്റീവ് ഡേ ആണ് 32, ബുധനാഴ്ച $19 നെഗറ്റീവ്, വ്യാഴാഴ്ച നമുക്ക് ഇന്നലെ $57, ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മന്ത്ലി, സോ നമുക്ക് $79. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ടോട്ടൽ നമുക്ക് ഉള്ളത് -65. ഓക്കെ, ഈ ആഴ്ച നമ്മൾ ലോസിലാണ് ക്ലോസ് ചെയ്യുന്നത്. സോ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ഇത് നമുക്ക് ഏറ്റവും പഠിക്കേണ്ട പാഠം ഇവിടെയാണ്. ഈ റിസ്ക് മാനേജ്മെൻ്റ് ആണ് കണ്ടു പഠിക്കേണ്ടത്. കാരണം ഈ റിസ്ക് മാനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസിങ് ഡേയ്സിൽ എങ്ങനെ റിസ്ക് നമ്മുടെ മാനേജ് ചെയ്യുന്നു ഉള്ളതാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ചോളം നമ്മുടെ എഡ്ജ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇത് മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ, ഈ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളത്. ബാക്കി പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മുടെ കയ്യിലല്ല. അത് എത്ര മാർക്കറ്റ് തരുന്നോ അതനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഈ മാസം നമ്മൾ പോസിറ്റീവ് ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. സോ ഈ ഒരു 1 മന്ത് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ മന്ത്ലി റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് ടോട്ടൽ. സോ അതോടെ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ പറയാനുള്ളത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ, ഈ ആഴ്ചത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതുകൂടെ നമ്മൾ നോക്കണം. കഴിഞ്ഞ 2 ആഴ്ച ട്രേഡ് ചെയ്തപോലെ അല്ല. മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിലാണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അങ്ങനെ ഉള്ളിടത്താണ് നമ്മൾ ഇത്രയും ട്രേഡ് ചെയ്തത്. സാധാരണ ട്രേഡേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ളൊരു മാർക്കറ്റ് കണ്ടീഷൻ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം ഒരു ടഫായിട്ടുള്ള മാർക്കറ്റിൽ എപ്പോഴും ഒരു ടഫായിട്ടുള്ള ഏരിയ നമ്മളെന്ത് പെർഫോം ചെയ്യുന്നു അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ സ്കിൽഫുൾ ആകുന്നത്. സോ അതുകൊണ്ട് ഞാൻ അത് പേടിച്ച് അവോയ്ഡ് ചെയ്യാറില്ല. ഓക്കെ, ടഫാകുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ അതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ അഗ്രസീവായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നത്. പല ട്രേഡുകളിലും നോക്കിയാൽ മനസ്സിലാവും. സോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള മാർക്കറ്റിൽ കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് മന്ത്ലി റിവ്യൂ കാണാം.